ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ ഇൻഡെക്സിനെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് കേട്ടോ. നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം. സോ ചാർട്ട് അനാലിസിസ് കിടക്കാം. ചാർട്ടിൽ പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബട്ട് യെസ്, നമ്മുടെ ഫോർത്ത് വേവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇവിടുന്ന് ന്യൂ വ്യൂവേഴ്സ് കുറേ ഉണ്ട്. സോ 1, 2, 3 and 4. ഓക്കെ, സോ 4 ട്രയാങ്കിൾ തന്നെയാണ് യൂഷ്വലി പാറ്റേൺ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, ട്രയാങ്കിൾ ആണ് നമ്മുടെ ഫോർത്ത് വേവിൽ ഉണ്ടാവാറുള്ളൂ. ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെ. ഞാൻ ഐ തിങ്ക് ലാസ്റ്റ് വീഡിയോ തന്നെ ഷെയർ ചെയ്തതാണ്. ലാസ്റ്റ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. ട്രയാങ്കിൾ പാറ്റേൺ ആണ്. ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് കിട്ടിയാലേ മാത്രമേ നമുക്ക് ഫെർദർ അപ്പ് മൂവ് കിട്ടുള്ളൂ. ഇന്ന് മോർണിംഗ് തന്നെ ഗ്യാപ്പ് അപ്പ് ആയി, ബട്ട് വന്നു താഴെ റീടെസ്റ്റ് എടുത്തു. ദെൻ വീണ്ടും നെക്സ്റ്റ് ഒരു ട്രയാങ്കിളിലേക്കാണ് മാർക്കറ്റ് ഇതായത് ഫോം ആയത്. കണ്ടോ, ഇതാണ് ആ നെക്സ്റ്റ് ട്രയാങ്കിൾ. സോ മോർണിംഗ് ആ ഒരു റെസിസ്റ്റൻസ് ലൈൻ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ അവിടുന്ന് ഇവിടുന്ന് റിജക്ഷൻ എടുക്കുമെന്ന്. കറക്റ്റ് അവിടെ നിന്നാണ് റിജക്ഷൻ എടുത്തത്. മോർണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്തെങ്കിലും കണ്ടോ, ഇവിടുന്ന് ഈ റിജക്ഷൻ എടുത്തത് കറക്റ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ. സോ ഈ ട്രെൻഡ് ലൈൻ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് മൂവ് എവിടേക്ക് വരാൻ പോവുക. ഓക്കെ, നെക്സ്റ്റ് മൂവ് എവിടേക്ക് വരാൻ പോവുകയാണ്. അതാണ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ട്രെൻഡ് ലൈൻ കാര്യങ്ങൾ നമ്മൾ വരച്ച് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇഷ്ടമാവുന്നില്ല കൂടുതൽ എക്സ്പ്ലനേഷൻ. അതാണ് ആളുകൾ ഫുൾ വീഡിയോയും കാണുന്നില്ല, ലൈക്സും കുറവാണ്, എല്ലാം കൂടി. അപ്പോൾ ഞാൻ എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഇനി കുറക്കുകയാണ്. വേഗം ലെവൽ ഷെയർ ചെയ്യാം നമുക്ക്. ആളുകൾക്ക് അതാണ് കുറച്ചുകൂടി കൂടുതൽ ഐ തിങ്ക് ബെറ്റർ. ഓക്കെ, സോ നമ്മുടെ നാളത്തേക്കുള്ള അനാലിസിസ് ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ടായി. ഫിഫ്ത്ത് മൂവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിബർ റിട്രേസ്മെൻറ്റ് എടുക്കാം. ലേറ്റസ്റ്റ് ഹൈ ആൻഡ് ലേറ്റസ്റ്റ് ലോ 127% ആണ് മിനിമം ടാർഗറ്റ്. നമ്മുടെ 127% നമ്മൾ വെച്ചാൽ 23,480. സോ നാളെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓർ പോസിറ്റീവ് എങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലെവൽ നമ്മൾ ചെയ്താൽ 23,480 ആൻഡ് ഇത് 23,530. ഓക്കെ, മാക്സിമം പോയാൽ ഇത്ര 23,590. ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ വേവിൽ ഞാൻ എത്ര എക്സ്പെക്ട് ചെയ്യുന്നു, അതിൻ്റെ അപ്പുറം ഞാൻ ഇപ്പോൾ നോക്കണില്ല. ബാക്കിയെല്ലാം ട്രംപ് റാലി, ആ റാലി, ഈ റാലി എന്ത് വേണമെങ്കിൽ പറഞ്ഞിരിക്കട്ടെ. എൻ്റെ ചാനലിലുള്ള വ്യൂവർ അത് ശ്രദ്ധിക്കുക. നമ്മുടെ കാര്യങ്ങൾ റെഗുലർ വ്യൂവേഴ്സ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ നിന്ന് മാറേണ്ടതാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ട്രേഡ് ഒന്നും സജസ്റ്റ് ചെയ്യില്ല. ഇവിടെ വന്ന കൺസൾട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് അപ്പ് മൂവ് ആണോ താഴേക്കാണോ അതാണ് നമുക്ക് പിന്നെ നോക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ വലിയ ബിഗ് ടൈം ഫ്രെയിമിൽ നമ്മുടെ ടാർഗറ്റ് ഇവിടെ പെൻഡിങ് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ കിട്ടത്തില്ല. അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് സമയമുണ്ട്. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ എന്തായാലും വരച്ച് വെക്കുക. ബാക്കി താഴത്തെ ലെവൽസ് കാര്യങ്ങളെല്ലാം ഷെയ്ഡാണ്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും പറയാനില്ല. ഇനി ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ലെവൽസിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഇതാണ്. ബാങ്ക് നിഫ്റ്റി തന്നെ മോർണിംഗ് ഗ്യാപ്പ് അപ്പായി. കറക്റ്റ് നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഗ്യാപ്പ് അപ്പായി വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് വെയിൻ്റെ മുകളിലേക്ക് കണ്ടോ ഇവിടെ വന്ന് ടച്ച് ചെയ്തു. ഇവിടെ എന്താ വീണ്ടും കൺസിഡർ ചെയ്ത് വീണ്ടും അടുത്ത് ബ്രേക്ക് ഔട്ട്. സോ ലെവൽസ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ, കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒന്ന് സ്കാൽപ്പിങ്ങിലും ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അവിടെ വരെ നല്ലൊരു ഗ്യാപ്പാണ്. ഇത് വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പാണ്. പ്രൈസ് ആക്ഷൻ ബേസ്ഡിൽ ഇവിടെ ഫൈറ്റ് നടന്നിട്ടില്ല. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ അബവ് കൺസൾട്ടേഷൻ, ഇതിൻ്റെ അബവ് SL കിട്ടുവാണെങ്കിൽ നേരെ കിടക്കുന്ന പിന്നെ ഈ ഗ്യാപ്പാണ്. ഈ ഫുൾ ഗ്യാപ്പ് വരെ പോകാനുള്ള ചാൻസസ് ഫുൾ ഉണ്ട്. അതാണ് അതിൽ നിന്ന് നടന്നത് കേട്ടോ. സോ ആ ഒരു കാൽക്കുലേഷൻ എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. ഞാനിത് സജസ്റ്റ് ചെയ്യുള്ളൂ, പഠിക്കണമെന്നാണ് കൂടുതൽ. നമ്മൾ ലേൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഫെർദർ ലെവൽസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ 1, 2, 3 തേർഡ് വേവ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയിൽ 5th ആണ്. സോ ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചുകൂടി ഫെർദർ ബുള്ളിഷ് ദെൻ നിഫ്റ്റി, ബട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ. സോറി, ഇത് ഫിബൊനാച്ചി. യെസ്, എക്സ്റ്റെൻഡ് ഫിബ് നമ്മൾ എടുക്കുക ആൻഡ് ദെൻ ഇങ്ങനെ. ഓക്കെ, സോ BNFൻ്റെ ടാർഗറ്റ് എത്ര വരുന്നത്? BNFൻ്റെ ടാർഗറ്റ് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഇതാണ്. ഓക്കെ, തേർഡ് വേവിൽ മിനിമം ടാർഗറ്റ് തന്നെ 50,240 അങ്ങനെയാണ്. സോ വരാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ്. ദെൻ ലെവൽസൊക്കെ എല്ലാം ഉണ്ട്. സോ തേർഡ് വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ തേർഡ് വേവ് എത്ര 5 മൂവ്സിലാണ് പോകാറുള്ളൂ കണ്ടോ. സോ 1, 2, 3 and 4th മൂവ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 5th മൂവ് ഇനി മുകളിലേക്ക് പോകാനുള്ളതാണ്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് പ്ലേലിസ്റ്റിൽ പോവുക. അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇല്ലിയറ്റ് വേവിൻ്റെ ലെവൽ ഇതൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ. ലേണിംഗ് വീഡിയോസ് പെർഫെക്റ്റ് ആൻഡ് പക്ക വീഡിയോസ് ആയിരിക്കും. ശ്രദ്ധിക്കണം, അത് മസ്റ്റായിട്ട് കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്.
ഓക്കെ സോ റെസിസ്റ്റൻസ് നാളത്തേക്ക് ഇത് വെച്ചോളൂ. ഓക്കെ ആൻഡ് ഈ ഇന്നത്തെ ഡേ ഹൈ ക്രോസ് ചെയ്താൽ പിന്നെ മുകളിലേക്ക് ബാക്കിയെല്ലാം പിന്നെ 50,000 ഈ 49,980 നല്ല റെസിസ്റ്റൻസ് ആയിട്ട് മാറും കേട്ടോ. സോ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം ഇൻ കേസ് ഫസ്റ്റ് ഇന്നത്തെ ഡേ ഹൈ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആണെങ്കിൽ 50,000 ഈ 50,000 വെച്ചാൽ 49,980 വരെ പോകുന്നത്. ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആണെങ്കിൽ ദെൻ ഫർദർ അപ്മൂവ് നല്ലൊരു അപ്മൂവ് നമുക്ക് കിട്ടാനുള്ള ഉണ്ടാകും. നാളെ ശ്രദ്ധിക്കുക, 2 ഇൻഡെക്സിൽ ചിലപ്പോൾ ചെറിയ ഷോർട്ട് കവറിങ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. നിഫ്റ്റിയിൽ ഐ തിങ്ക് 400 അബവ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഡേ ഹൈ അബവ് ആയിരിക്കുള്ളൂ. ഇന്നത്തെ ഡേ ഹൈ അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഈ 50,000 വരെ 50,000 സസ്റ്റെയിൻ ആവാൻ അത്ര ഈസി അല്ല. പക്ഷേ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഫർദർ അപ്പ് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി നമ്മുടെ മറ്റേ ഇതിലാണ് തേർഡ് വേവിലാണ്. ഓക്കെ വേഗം സെൻസെക്സിൽ കിടക്കാം. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. സെൻസെക്സ് ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കണ്ടോ. സോ അവിടെ നിന്നാണ് ഇന്ന് മോർണിംഗിൽ കറക്റ്റ് റിജക്ഷൻ എടുത്തിരിക്കുന്നത് കണ്ടോ. സോ ഇതൊക്കെ നിങ്ങളുടെ ചാർട്ടിൽ നോർമലി എല്ലാവരും കൂടി വരച്ച് വെക്കുക കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾ ക്ലിയർ ആയിട്ട് പിടികിട്ടത്തുള്ളൂ. ഈ സെൻസെക്സിൻ്റെ ഈ ഒരു ലെവലാണ് സപ്പോർട്ടായിട്ട് മാറുന്നത്. ഓക്കെ പിന്നെ ഇത് ഇനി ക്ലോസ് ചെയ്ത് ഇതാണ് ഇനി സപ്പോർട്ടുള്ളത്. ഇതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഇനി ഇതിൻ്റെ ബിലോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് തന്നെ വരുള്ളൂ 76,600 വരെ. ഓക്കെ ഇത്ര വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇത് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ സപ്പോർട്ട് ഇതായി 76,000 ഡിലീറ്റ് ചെയ്യാം. ഇത് 76,580. ഓക്കെ ഇവിടെ നിന്നാണ് സെല്ലിങ് വന്നിട്ട് ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയത്. ഇന്ന് ഗ്യാപ്പ് അപ്പ് ആയിട്ട് താഴേക്ക് കൊണ്ടുവന്നു. ഓക്കെ ഇവിടുന്ന് ഒരു ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയത്. ഓക്കെ സോ ഈ ഒരു ലോ 76,580 ഇത് ബ്രേക്ക് ആയാൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. അത് താഴെ വരെ കിട്ടാനുള്ള ചാൻസസ് ഇവിടെ വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ ബാക്കി സെൻസെക്സിൽ ബാക്കി ലെവൽസ് കാര്യങ്ങൾ കറക്റ്റാണ്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് സെൻസെക്സിൽ കിട്ടിയാൽ ഓക്കെ ഫർദർ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ സോ സെൻസെക്സിലും ഒരു ഷോർട്ട് കവറിങ് കിട്ടാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ടാകും. ബട്ട് അത് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ കേട്ടോ. സോ പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം, ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം, എന്നിട്ട് നമുക്ക് ഫർദർ അപ്പ് മൂവ് കിട്ടുള്ളൂ. ഇനി പിന്നെ വേറൊരു സ്റ്റോക്ക് നമ്മുടെ ഗെയിൽ, നമ്മുടെ റെഗുലർ വ്യൂവറാണ് മുറാഫ്, അവർ കമൻറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ അനാലിസിസ് പുള്ളി ഒന്ന് ചോദിച്ചായിരുന്നു. സോ അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാനുള്ള ബേസിലാണ്, സ്വിംഗ് ട്രേഡാണ് പുള്ളിയുടെ കയ്യിൽ. സോ മുറാഫ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഈ ഒരു വൺ ഡേ ടൈം ഫ്രെയിമിലോട്ട് നോക്കുകയാണെങ്കിൽ ഓവറോൾ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ നല്ലൊരു റെഗുലർ ഫോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ റെഗുലർ ഒരു ഫോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രൈസ് ഇവിടുന്ന് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ഉള്ളൂ പ്രൈസിൻ്റെ. ഓക്കെ സോ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രൈസ് ഫസ്റ്റ് വേവിലാണ് ഇപ്പോൾ ഉള്ളത്. ഓവറോൾ ഇത് ഫസ്റ്റ് വേവിൽ നമ്മൾ എങ്ങനെയാണ് 1 hour ചാർട്ടിൽ ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ഓക്കെ സോ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഏതാണ്? ഇതാണ് ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ഓക്കെ സോ ഇതിൻ്റെ ഇനി ബ്രേക്ക് ഡൗൺ നമുക്ക് ഫസ്റ്റ് കിട്ടണം. ഓക്കെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ നമുക്ക് ഫസ്റ്റ് കിട്ടണം പ്രൈസിൻ്റെ. മേ ബി ചിലപ്പോൾ പ്രൈസ് കുറച്ചുകൂടി മുകളിലേക്ക് പോയ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ആണ്. ഓക്കെ ചിലപ്പോൾ അവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടായിരിക്കും താഴേക്ക് ബ്രേക്ക് ഡൗൺ തരുന്നത്. ഓക്കെ സോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ നമ്മൾ ഈ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഹൈ കിട്ടും. ആ ഹൈ കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്പോസ് ഇപ്പോഴത്തെ ഹൈ ഇതാണ്. ഓക്കെ ഇതല്ലേ ലേറ്റസ്റ്റ് ഹൈ. സോ ബോട്ടം ടു ടോപ്പ് ഓക്കെ അങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ബൈങ് സോൺ ഏതൊക്കെയാണ്? 50% ടു 61.80 ആൻഡ് 81%. ഓക്കെ ഈ ഒരു സോണിൽ വരികയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. SL ഈ ലോ ആയിരിക്കും. ഓക്കെ പ്രൈസ് ഇവിടുന്ന് താഴേക്ക് തന്നെ വരുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ലീഡി ഡയഗണൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേവ് ആണ്. സോ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് തന്നെ വരേണ്ടതാണ്. ദെൻ അവിടെ നിന്ന് ഒരു ബൈങ്. അപ്പോൾ അത് ഇവിടെ വരെ വരൂ ഓർ 50% ഓർ 38.20%, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ബട്ട് എവിടെ നിങ്ങൾ ബൈ ചെയ്യുന്നു ബൈ ചെയ്തു. ബട്ട് SL വരുന്നത് ഇതിൻ്റെ ലോ തന്നെ, ഈ ഒരു ലോ പോയിന്റ് തന്നെയാണ്. ജെന്വൻ ബൈ ആണെങ്കിൽ താഴേക്ക് വന്നിട്ട് പിന്നെ ഇവിടുന്ന് തേർഡ് വേവ്, ആ റൂൾസ് അറിയാലോ, ഗ്യാപ്പ് അപ്പ് ആയിട്ട് ആൻഡ് ദെൻ ആണ് പ്രൈസ് മുകളിലേക്ക് കയറുകയുള്ളൂ. അതിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഓക്കെ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ബാക്കി ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇപ്പോൾ പ്രൈസ് ഒന്ന് താഴേക്ക് വരട്ടെ, വന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ അപ്പോഴാണ് ബൈ ചെയ്യുക. അതാണ് കുറച്ചുകൂടി സജഷൻ എൻ്റെ, ബൈ ചെയ്യുക. ഓക്കെ ശരി, ഇനി വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.